നമസ്കാരം, മഷിതണ്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന് പലർക്കും അറിയത്തില്ല. ഇന്ന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് മഷിതണ്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കണേ. മാത്രവുമല്ല, മറ്റുള്ളവരിലേക്കും ഈ അറിവ് മാക്സിമം എത്താൻ ഷെയർ കൂടി ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് തിരഞ്ഞെടുക്കാം. അതിൽ ഒന്ന് CSR, രണ്ടാമത്തേത് ICR. ഇത് രണ്ടും ഓരോ റേഷ്യോകളാണ്. ഇൻഷുറൻസിലെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ CSR എന്നത് ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു നിശ്ചിത സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച മൊത്തം ക്ലെയിമുകളിൽ നിന്ന് തീർപ്പാക്കുന്ന മൊത്തം ക്ലെയിമുകളുടെ ശതമാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ വെച്ചാണ് നമ്മൾ കണക്കാക്കുന്നത്. ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതം കാണുന്നത് തീർപ്പാക്കപ്പെട്ട ക്ലെയിമുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ലഭിച്ച ക്ലെയിമുകളുടെ ആകെ എണ്ണം ഇൻറ്റു 100. നമ്മളൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇൻഷുറൻസ് കമ്പനി ലഭിച്ച 100 ക്ലെയിമുകളിൽ 93 എണ്ണം തീർപ്പാക്കുകയാണെങ്കിൽ ഇൻഷുററുടെ CSR എന്ന് പറയുന്നത് 93% ആയിരിക്കും. പക്ഷേ ഈ ഒരു റേഷ്യോയിൽ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ മാത്രം ഒരു കാര്യമല്ല പറയുന്നത്, ഇതിൻ്റെ കൂടെ ലൈഫ് ഇൻഷുറൻസും കൂടെ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നവരാണ് എങ്കിൽ ഇത് മാത്രം നോക്കിയാൽ പോരാ. ഇതിലും നല്ലൊരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ICR അല്ലെങ്കിൽ ഇൻക്വയർഡ് ക്ലെയിം റേഷ്യോ ആണ്. മെഡിക്ലെയിം ഇൻഷുറൻസിലെ ഇൻക്വയർഡ് ക്ലെയിം റേഷ്യോ അല്ലെങ്കിൽ ICR എന്നത് ഒരു നിശ്ചിത സാമ്പത്തിക വർഷത്തിൽ ശേഖരിച്ച മൊത്തം ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻഷുറൻസ് കമ്പനി അടച്ച മൊത്തം ക്ലെയിം തുകയെ സൂചിപ്പിക്കുന്നു. ഇവിടെ കമ്പനി എണ്ണമല്ല നോക്കുന്നത്, പ്രീമിയം ആണ് നോക്കുന്നത്. ഇവിടെ കമ്പനി ശേഖരിച്ച പ്രീമിയത്തിൽ നിന്നും എത്ര പ്രീമിയമാണ് തിരികെ ക്ലെയിം ആയിട്ട് സെറ്റിൽ ചെയ്തു എന്നാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലാഭക്ഷമത. ഒരു കമ്പനി ലാഭം ആണെങ്കിൽ മാത്രമാണ് ഭാവിയിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ. കിട്ടുന്ന പ്രീമിയം മുഴുവൻ ക്ലെയിം സെറ്റിൽ ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ ആ കമ്പനി പ്രോഫിറ്റബിൾ അല്ല എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള കമ്പനിയിൽ നിന്ന് പോളിസി എടുക്കുമ്പോൾ ഭാവിയിൽ ക്ലെയിം സെറ്റിൽ ചെയ്ത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇൻക്വയർഡ് ക്ലെയിം റേഷ്യോ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തീർപ്പാക്കിയ ക്ലെയിമുകളുടെ ആകെ മൂല്യം ഡിവൈഡഡ് ബൈ ശേഖരിച്ച പ്രീമിയങ്ങളുടെ ആകെ മൂല്യം ഇൻറ്റു 100. ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ, ആരോഗ്യ ഇൻഷുറൻസ് കമ്പനി 100 കോടി പ്രീമിയം ശേഖരിക്കുകയും 88 കോടി ക്ലെയിമുകൾ അടയ്ക്കുകയും ചെയ്താൽ ഇൻഷുററുടെ ക്ലെയിം അനുപാതം 88% ആയിരിക്കും. ബാക്കി 12 കോടി ഇൻഷുറൻസ് കമ്പനിയുടെ ലാഭമായി കണക്കാക്കും. ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതവും ഇൻക്വയർഡ് ക്ലെയിം അനുപാതവും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതം അല്ലെങ്കിൽ ഇൻക്വയർഡ് ക്ലെയിം സെറ്റിൽമെൻറ്റ് അടുത്തത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ, CSR എന്ന് പറയുന്നത് ആകെ തീർപ്പാക്കിയ ക്ലെയിമുകളും ലഭിച്ച ആകെ ക്ലെയിമുകളും തമ്മിലുള്ള അനുപാതമാണ് CSR. അവിടെ ക്ലെയിമുകളുടെ എണ്ണമാണ് നോക്കുന്നത്. എന്നാൽ ICRൽ അടച്ച ആകെ ക്ലെയിമുകളും ലഭിച്ച ആകെ പ്രീമിയങ്ങളും തമ്മിലുള്ള അനുപാതമാണ് ICR. ഇനി ഇത് പബ്ലിഷ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ, CSR പബ്ലിഷ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനി ആണ്. അതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ നമുക്ക് ICR പ്രസിദ്ധീകരിക്കുന്നത് IRDAI ആണ്. IRDAI എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആണ്. അതിൻ്റെ വാർഷിക റിപ്പോർട്ടിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇനി CSR എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് മാത്രമല്ല, കമ്പനി നൽകുന്ന എല്ലാ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളും ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ICR ആണെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിന് കീഴിൽ ഫയൽ ചെയ്യുന്ന ക്ലെയിമുകൾക്ക് മാത്രമാണ് ഇൻക്വയർഡ് ക്ലെയിം റേഷ്യോ ബാധകമാകുന്നത്. ഇനി 95% മുകളിലുള്ള CSR നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ 95% മുകളിലും ക്ലെയിമുകൾ ആ കമ്പനി നടപ്പാക്കുന്നു അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ കമ്പനിയിൽ നിന്ന് വിശ്വസിച്ച് നമുക്ക് പോളിസികൾ എടുക്കാവുന്നതാണ്. ഇനി ICR എന്ന് പറയുന്നത് 80% തൊട്ട് 100% വരെയുള്ള ICR ആണ് ഏറ്റവും അനുയോജ്യം. ഇനി നമുക്കിതിൻ്റെ ഒരു വിശ്വാസ്യതയെ പറ്റി പറയുകയാണെങ്കിൽ, CSR എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ആരോഗ്യം അളക്കുന്നതിനുള്ള വിശ്വസനീയമല്ലാത്ത സൂചകം എന്നാണ് പറയുന്നത്. എന്നാൽ ICR ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം കണക്കാക്കുന്നതിനുള്ള കൂടുതൽ വിശ്വസനീയമായ സൂചകമാണ്. ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പ്രകടനം അളക്കുന്നതിനുള്ള ഒരു സൂചകമായി CSR പ്രവർത്തിക്കുന്നു. വാസ്തവത്തിൽ ഒരു ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ തീർപ്പാക്കാൻ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കാം. ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതം കൂടുന്തോറും നിങ്ങളുടെ ക്ലെയിം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നിരുന്നാലും ഒരു ഇൻഷുറൻസ് ക്ലെയിം തീർപ്പാക്കാൻ എടുക്കുന്ന സമയം CSRൽ കണക്കിലെടുക്കുന്നില്ല. ക്ലെയിമുകൾ തീർപ്പാക്കാൻ മാസങ്ങൾ എടുത്താലും ഒരു കമ്പനിക്ക് ഉയർന്ന ക്ലെയിം സെറ്റിൽമെൻറ്റ് അനുപാതം ഉണ്ടായിരിക്കും. ക്ലെയിം അനുപാതം ഇൻഷുറൻസ് കമ്പനിയുടെ സാമ്പത്തിക എന്ന് വെച്ചാൽ ഇൻക്വയർഡ് ക്ലെയിം റേഷ്യോ ഇൻഷുറൻസ് കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തെ ചിത്രീകരിക്കുന്നു. ഒരു ഇൻഷുററുടെ ISR 100% കൂടുതലാണെങ്കിൽ ലഭിച്ച പ്രീമിയങ്ങളെ അപേക്ഷിച്ച് കമ്പനി ക്ലെയിം സെറ്റിൽമെന്റിനായി കൂടുതൽ പണം നൽകുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇത് ഇൻഷുറർ സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്നുണ്ടെന്നും ICR മെച്ചപ്പെടുത്തുന്നതിന് പ്രീമിയങ്ങൾ വർദ്ധിപ്പിക്കുകയോ ചില ക്ലെയിമുകൾ നിരസിക്കുകയോ ചെയ്തേക്കാം. ICR 50% മുതൽ 100% വരെയാണ് എങ്കിൽ ഇൻഷുറൻസ് കമ്പനി ലാഭം നേടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നിരുന്നാലും ICR 50%-ൽ കുറവാണെങ്കിൽ
ലഭിച്ച പ്രീമിയങ്ങളെക്കാൾ കുറച്ച് ക്ലെയിമുകൾ നൽകി കമ്പനി വലിയ ലാഭം നേടുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇതിനർത്ഥം ഇൻഷുറൻസ് കമ്പനി കൂടുതൽ ക്ലെയിമുകൾ നിരസിക്കുകയോ അമിതമായി ഉയർന്ന പ്രീമിയങ്ങൾ ഈടാക്കുകയോ ചെയ്യുന്നുവെന്നായിരിക്കും. ഇന്ത്യയിലെ എല്ലാ ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെയും ഇൻക്വയർഡ് ക്ലെയിം റേഷ്യോ അല്ലെങ്കിൽ ICR വാർഷിക റിപ്പോർട്ടിൽ IRDAI പുറത്തുവിടുന്നു. ഇൻഷുറൻസ് റെഗുലേറ്റർ കമ്പനിക്കായുള്ള മൊത്തം ICRഉം വ്യത്യസ്ത തരം ജനറൽ ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക ICRഉം നൽകുന്നു. അതിനാൽ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ICR പരിശോധിക്കുന്നതിന് നിങ്ങൾക്ക് IRDAIയുടെ വാർഷിക റിപ്പോർട്ട് പരിശോധിക്കാവുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ അത് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ മഷത്തണ്ടിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇൻക്വയർഡ് ക്ലെയിം റേഷ്യോ ഉറപ്പായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കമ്പനികൾ ശ്രദ്ധിക്കേണ്ടതാണ്. പോളിസികൾ ഏത് തരത്തിലുള്ള പോളിസികളാണ് എന്ന് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഷുറൻസുകൾ ഏതൊക്കെയാണോ അതൊക്കെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അതിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു റേഷ്യോ എന്ന് പറയുന്നത് ICR ആണ്. 80 തൊട്ട് 100% വരെയുള്ള ICR നല്ലതാണ് എങ്കിലും മഷത്തണ്ടിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെങ്കിൽ 80 തൊട്ട് 90% വരെയുള്ള ICR ഉള്ള കമ്പനികളെ കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. മാത്രവുമല്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ദിവസം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി.